ഇന്ന് ഞാനിവിടെ നാടൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 7 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 3 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുമ്പോഴേക്ക് ഞാനിവിടെ 3 ടൊമാറ്റോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത ടൊമാറ്റോയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടൊമാറ്റോ ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത ശേഷം ഇത് അടപ്പുകൊണ്ട് മൂടി ഒരു 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ചാണ് ടൊമാറ്റോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്ക് ഞാനിവിടെ മുട്ട പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ മുട്ടക്കറി ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.